പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി പരീക്ഷകളൊക്കെ അടുത്തുവല്ലേ? അപ്പോൾ നിങ്ങൾ അയച്ചു തന്ന കുറച്ച് ടോപ്പിക്കുകളിൽ ഒന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഡെന്റൽ കെയർ ഫൈനാൻസിംഗിലെ ഒരു പ്രധാന വിഷയമായ യൂഷ്വൽ കസ്റ്റമറി ആൻഡ് റീസണബിൾ ഫീ മെത്തേഡ് അല്ലെങ്കിൽ UCR ഫീ രീതി. അപ്പോൾ ഒരു 3-5 മാർക്കിന്റെ ചോദ്യത്തിന് ഒരു പേജ് നിറയെ എഴുതാൻ പാകത്തിന് നമുക്കിതൊന്ന് സിമ്പിൾ ആക്കിയാലോ? തീർച്ചയായും. ഇതൊരു പേയ്മെന്റ് രീതിയാണ്. അതായത് ഡെന്റൽ ഇൻഷുറൻസ് കമ്പനികൾ ഒരു പ്രത്യേക ചികിത്സയ്ക്ക് ഒരു ഡോക്ടർക്ക് എത്ര പണം കൊടുക്കണം എന്ന് തീരുമാനിക്കാൻ ഉപയോഗിക്കുന്ന ഒരു രീതി. ഇതിന് 3 ഭാഗങ്ങളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. UCRലെ ആദ്യത്തെ അക്ഷരം യു, യൂഷ്വൽ ഫീ. എന്താണിത്? യൂഷ്വൽ ഫീ എന്നാൽ ഒരു പ്രത്യേക ഡോക്ടർ ഒരു ചികിത്സയ്ക്ക് സാധാരണയായി ഈടാക്കുന്ന ഫീസ്. അത് അദ്ദേഹത്തിന്റെ സ്വന്തം ഫീസ് ലിസ്റ്റാണ്. ശരി, അത് ഡോക്ടറുടെ വ്യക്തിപരമായ ഫീസ്. അപ്പോൾ കസ്റ്റമറിയോ? കസ്റ്റമറി ഫീ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലത്തെ ഒരേപോലെയുള്ള ട്രെയിനിങ്ങും എക്സ്പീരിയൻസുമുള്ള ഒട്ടുമിക്ക ഡോക്ടർമാരും വാങ്ങുന്ന ഒരു ഫീസിന്റെ റേഞ്ചാണ്. ഒരു റേഞ്ച്? അതെ. ഇത് കണ്ടുപിടിക്കാൻ ഇൻഷുറൻസ് കമ്പനികൾ 90th പെർസെന്റൈൽ എന്നൊരു കണക്കുപയോഗിക്കും. ഒരു മിനിറ്റ്, ഈ 90th പെർസെന്റൈൽ എന്ന ആശയം അതെങ്ങനെയാണ് ശരിക്കും പ്രവർത്തിക്കുന്നത്? നല്ല ചോദ്യമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു നഗരത്തിൽ ഒരു 10 ഡെന്റിസ്റ്റുമാരുണ്ടെന്ന് വെറുതെ സങ്കൽപ്പിക്കുക. ഒരു റൂട്ട് കനാൽ ചികിത്സയ്ക്ക് അവർ വാങ്ങുന്ന ഫീസ് കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് ഇൻഷുറൻസ് കമ്പനി ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. ശരി. എന്നിട്ട് ആ ലിസ്റ്റിലെ 9ാമത്തെ ഡെന്റിസ്റ്റ്, അതായത് 90% വരുന്ന ആള്, ഈടാക്കുന്ന ഫീസില്ലേ, അതിനെ ആ ചികിത്സയ്ക്ക് കൊടുക്കാവുന്ന മാക്സിമം തുകയായിട്ട് അവരങ്ങ് തീരുമാനിക്കും. ഓഹോ, അപ്പോൾ 9ാമത്തെ ആളുടെ ഫീസാണ് കട്ട് ഓഫ്. അതെ. ഉദാഹരണത്തിന് ആ 9ാമത്തെ ഡെന്റിസ്റ്റ് 6000 രൂപയാണ് വാങ്ങുന്നതെങ്കിൽ അതാണ് അവിടുത്തെ കസ്റ്റമറി ലിമിറ്റ്. ഇനി 10ാമത്തെ ഡെന്റിസ്റ്റ് 7500 രൂപ വാങ്ങിയാലും ഇൻഷുറൻസ് കമ്പനി ഈ 6000 രൂപയെ കൊടുക്കുകയുള്ളൂ. അപ്പൊ ബാക്കി 1500 രൂപയോ? ആ ബാക്കി 1500 രൂപ രോഗി സ്വന്തം കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും. ഇതിനെയാണ് നമ്മൾ ബാലൻസ് ബില്ലിംഗ് എന്ന് പറയുന്നത്. ഓ, മനസ്സിലായി. അപ്പോൾ ഇത് ഇൻഷുറൻസ് കമ്പനികളുടെ ഒരു കോസ്റ്റ് കൺട്രോൾ രീതിയാണല്ലേ? ശരിക്കും അതെ. ഏറ്റവും ചെലവേറിയ 10% ഫീസുകൾ ഒഴിവാക്കി അവരുടെ ചെലവ് നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു. കൊള്ളാം. അപ്പോൾ നമ്മൾ യു പറഞ്ഞു, സി പറഞ്ഞു, ഇനി അവസാനത്തേത് ആർ, അതായത് റീസണബിൾ സി. ഇതിന്റെ ആവശ്യം എന്താണ്? റീസണബിൾ ഫീ വരുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ്. അതായത് ഒരു കേസ് സാധാരണയിലും കൂടുതൽ സങ്കീർണമാണെന്ന് കരുതുക, അല്ലെങ്കിൽ രോഗിക്ക് വേറെ വല്ല ആരോഗ്യപ്രശ്നങ്ങളോ മറ്റോ കാരണം ചികിത്സ കൂടുതൽ ശ്രദ്ധയോടെ ചെയ്യേണ്ടി വന്നാൽ ഡോക്ടറുടെ സാധാരണ ഫീസിനേക്കാൾ ഒരു ഉയർന്ന ഫീസ് ഈടാക്കുന്നത് ന്യായീകരിക്കാം. അത്തരം സാഹചര്യങ്ങളിലാണിത് വരുന്നത്. ശരി ശരി. അപ്പോ ചിത്രം വ്യക്തമായി. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടി പരീക്ഷയുടെ ഉത്തരത്തിൽ എങ്ങനെ ഉൾപ്പെടുത്താം? ഒന്ന് ചുരുക്കി പറയാമോ? പറയാമല്ലോ. നിങ്ങൾ ഉത്തരം എഴുതുമ്പോൾ ആദ്യം UCR എന്നത് ഡെന്റൽ പ്രീപെയ്ഡ് പ്ലാനുകളിൽ ഡെന്റിസ്റ്റുകൾക്ക് പണം നൽകുന്ന ഒരു രീതിയാണെന്ന് വ്യക്തമാക്കുക. പിന്നെ ആ 3 ഘടകങ്ങളും നിർവചിക്കുക. 1. യൂഷ്വൽ, ഒരു ഡോക്ടറുടെ സ്വന്തം ഫീസ്. 2. കസ്റ്റമറി, ഒരു പ്രദേശത്തെ ഭൂരിഭാഗം ഡോക്ടർമാരും ഈടാക്കുന്ന ഫീസ്. ആ 90th പെർസെന്റൈലിന്റെ ഉദാഹരണം വെച്ച് വിശദീകരിക്കണം. 3. റീസണബിൾ, സങ്കീർണമായ കേസുകളിൽ മാത്രം ന്യായീകരിക്കാവുന്ന ഒരു ഫീസ്. പിന്നെ ഇൻഷുറൻസ് കമ്പനികൾക്ക് ചെലവ് നിയന്ത്രിക്കാനും അതേസമയം 90% ഡോക്ടർമാർക്കും അവരുടെ ഫീസ് മുഴുവനായി കിട്ടുന്നു എന്നുറപ്പാക്കാനുമാണ് ഈ രീതിയെന്നും കൂടി ചേർത്താൽ ഉത്തരം പൂർത്തിയായി. വളരെ നന്നായിരിക്കുന്നു. UCR ഫീ രീതിയെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ധാരണ കിട്ടിക്കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ പരീക്ഷാ തയ്യാറെടുപ്പിന് ഇതെന്തായാലും സഹായകമാകും. പോകുന്നതിന് മുൻപ് ഒരു ചിന്ത കൂടി പങ്കുവയ്ക്കട്ടെ? പറയൂ. രോഗിയുടെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ UCR സംവിധാനം അവരുടെ ചികിത്സാ തെരഞ്ഞെടുപ്പുകളെ എങ്ങനെ സ്വാധീനിക്കും? നിങ്ങളുടെ ഇൻഷുറൻസ് പ്ലാൻ ഒരു ഡോക്ടറുടെ ഫീസ് മുഴുവനായി കവർ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ കുറഞ്ഞ ഫീസുള്ള മറ്റൊരു ഡോക്ടറെ തിരഞ്ഞെടുക്കുമോ? അതോ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഡോക്ടർക്ക് വേണ്ടി കയ്യിൽ നിന്ന് പണം മുടക്കാൻ തയ്യാറാകുമോ? അതൊന്ന് ആലോചിച്ചു നോക്കൂ.